എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷ് എങ്ങനെ മലയാളത്തിലൂടെ പഠിക്കാന്നുള്ള നമ്മുടെ 17ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പഠിച്ചു, അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും പഠിച്ചു. അപ്പൊ ഇതിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഒരു പ്രവൃത്തി ഭൂതകാലത്തിൽ തുടങ്ങി, അതായത് പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള പ്രവൃത്തിയെയാണ് സൂചിപ്പിക്കുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ആദ്യത്തെ വേർഡ് ഫോർ, FOR. ഫോർ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പഠിക്കുന്ന അർത്ഥം വേണ്ടിയാണ്. ഫോർ യു, ഫോർ ഹിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടി, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി എന്നാണ്. പക്ഷെ ഇവിടെ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കാലമായി എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇത്ര നേരമായി, ഇത്ര കാലമായി എന്ന് സൂചിപ്പിക്കുകയാണ്. അടുത്തത് സിൻസ്. സിൻസ് എന്ന വാക്കിന്റെ അർത്ഥം അപ്പോൾ മുതൽ. സിൻസ്, അപ്പോൾ മുതൽ എന്നാണ് സിൻസിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒന്നിന്റെ കാര്യം കൂടെ പറയുന്നു. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പഠിച്ച അതേപോലെ തന്നെയാണ് ഏകദേശം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതായത് ബഹുവചനം വരുമ്പോൾ ഹാവ് എന്നും, കർത്താവ് ബഹുവചനമാണെങ്കിൽ ഹാവ് എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ വെച്ചത്. ഇതിന് പകരം ഹാവ് എന്ന് എഴുതി, കർത്താവ് ബഹുവചനമാണെങ്കിൽ ഹാവ് എന്ന് എഴുതിയതിന് ശേഷം ബീൻ എന്ന് വയ്ക്കുന്നു. BEEN, ഹാവ് ബീൻ. ഹാവ് ബീൻ എന്ന് വെച്ചതിന് ശേഷം പ്രസന്റ് ടെൻസ് തന്നെയാണ് വയ്ക്കുന്നത്. അതിൻ്റെ കൂടെ ING ഫോമും വയ്ക്കുന്നു. പ്രസന്റ് ടെൻസ് തന്നെയാണ് വയ്ക്കുന്നത്, അതിൻ്റെ കൂടെ ING ഫോമും വയ്ക്കുന്നു. ഇനി കർത്താവ് സിംഗുലർ ആണെങ്കിൽ, ഏകവചനമാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ കർത്താവ് സിംഗുലർ ആണെങ്കിൽ ഹാസ് എന്ന് വയ്ക്കും. പക്ഷേ കർത്താവ് സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ എന്നാണ് വെക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഹാസ് ബീൻ എന്നാണ് വെക്കുന്നത്. അത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഐയും യുവും ബഹുവചനമായിട്ടാണ് കാണുന്നത്. ഞാനായാലും നീ ആയാലും ബഹുവചനമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാവ് ആണ് വരിക. അപ്പോൾ നമുക്ക് ഈ ഉദാഹരണത്തിലേക്ക് കിടക്കാം. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഫോർ 3 hours. ഞാൻ 3 മണിക്കൂറായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. I have been studying for 3 hours. They have been playing all the day. അവർ ദിവസം മുഴുവൻ കളിച്ചുകൊണ്ടിരിക്കുന്നു. They have been playing all the day. അവർ ദിവസം മുഴുവൻ കളിച്ചുകൊണ്ടിരിക്കുന്നു. We have been waiting for the bus since 5 p.m. വൈകിട്ട് 5 മണി തൊട്ട് ഞങ്ങൾ ബസ്സിനായി കാത്തു നിൽക്കുന്നു. വൈകിട്ട് 5 മണി മുതൽ ഞങ്ങൾ ബസ്സിനായി കാത്തു നിൽക്കുന്നു. You have been watching the TV all evening. നീ വൈകുന്നേരം മുഴുവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് സിംഗുലറിലേക്ക് പോവാം. ഏകവചനം വരുമ്പോൾ ഹാസ് ആണ് വെക്കുക. ഇതുവരെ ബഹുവചനത്തിൽ നമ്മൾ ഹാവ് വെച്ചു, ഇനി ഹാസ് ആണ് വെക്കുക. നമുക്ക് നോക്കാം ആ ഉദാഹരണങ്ങൾ. ഷീ ഹാസ് ബീൻ കുക്കിംഗ് സിൻസ് മോർണിംഗ്. അവൾ പുലർച്ചെ തൊട്ട് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഷീ ഹാസ് ബീൻ കുക്കിംഗ് സിൻസ് മോർണിംഗ്. അവൾ പുലർച്ചെ തൊട്ട് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ 2 days. 2 ദിവസമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് 2 days. He has been working
സിൻസ് 2000. അദ്ദേഹം 2000 മുതൽ ഇവിടെ പണിയെടുക്കുന്നു. He has been working here since 2000. The baby has been crying for 1 hour. കുട്ടി 1 മണിക്കൂറായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കുട്ടി 1 മണിക്കൂറായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. The baby has been crying for 1 hour. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നെഗറ്റീവ് വാചകങ്ങൾ വന്നാൽ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ സിംഗുലർ ആണെങ്കിൽ ഹാസിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ഹാസിൻ്റെ വരും. പ്ലൂരൽ ആണെങ്കിൽ ഹാവ് വരും. ഹാവിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ഹാവിൻ്റെ വരും. ഇതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നെഗറ്റീവ് മീനിങ് വരുമ്പോൾ കർത്താവ് ഏകവചനമാണെങ്കിൽ ഹാസ് ഇൻഡ് വെച്ചതിന് ശേഷം ബീൻ എഴുതുക. ഹാസ് ഇൻ ബീൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിയയുടെ പ്രസന്റ് ഫോമും ING ഫോമും. ഒരു ഉദാഹരണം നോക്കാം. ഷീ ഹാസ് ഇൻ ബീൻ കമ്മിങ് ടു ക്ലാസ്. ഷീ ഹാസ് ഇൻ ബീൻ കമ്മിങ് ടു ക്ലാസ്. അവൾ ക്ലാസ്സിൽ വരുന്നില്ല. ഷീ ഹാസ് ഇൻ ബീൻ കമ്മിങ് ടു ക്ലാസ്. അവൾ ക്ലാസ്സിൽ വരുന്നില്ല. He hasn't eating properly. അവൻ കൃത്യമായി ഭക്ഷണം കഴിച്ചിരുന്നില്ല. അതിന് പ്ലൂരൽ ആണെങ്കിൽ, ബഹുവചനമാണെങ്കിൽ കർത്താവിൻ്റെ കൂടെ ഹാവ് പ്ലസ് നോട്ട് ഹാവിൻ്റെ, അത് കഴിഞ്ഞ് ബീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസും അതിൻ്റെ ING ഫോമും നോക്കാം. We haven't talking for 2 weeks. We haven't talking for 2 weeks. We haven't talking for 2 weeks. ഞങ്ങൾ 2 ആഴ്ചയായി സംസാരിക്കാറില്ല. നമ്മൾ ഇന്ന് 17ാമത്തെ ക്ലാസ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 15, 16, 14 ഒക്കെ ഒന്നുകൂടെ പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ടഫ് ടോപ്പിക്കാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും അതുപോലെ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും ഒക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നന്നായി പഠിക്കുക, സംശയങ്ങളുണ്ടായി ചോദിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾ വിളിക്കണം എന്നില്ല എന്നുള്ളൂ, ബാക്കി നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം, വോയിസ് അയക്കാം. അപ്പോൾ എൻ്റെ നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ നേരുന്നു. സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. വീണ്ടും നാളെ കാണാം.